Hello everybody, this is Bit by Bit Lumera, Explore Topics with Malavika, and I'm welcoming you all back again to a new episode. So, ഇന്നത്തെ വീഡിയോയിൽ തംബ്നെയിലിൽ കണ്ടതുപോലെ we are going to talk about എമർജിംഗ് ടെക്നോളജി. ചെറുതായിട്ട് എന്നോട് പേര് മറന്നുപോയി, അതായത് ചിന്തിച്ച്. അപ്പം എമർജിംഗ് ടെക്നോളജിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും AI, അതുപോലെ തന്നെ 3D പ്രിന്റിങ്, 4D പ്രിന്റിങ്, ക്യൂബിറ്റ്, കുറേ സാധനങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ഈ എമർജിംഗ് ടെക്നോളജിയിലെ വീഡിയോയിൽ ആദ്യമായി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് റിയാലിറ്റിയെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് എൻ എക്സ്റ്റെൻഡഡ് റിയാലിറ്റി? എക്സ്റ്റെൻഡഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പൈനിങ് ഒരു വേർഡായിട്ട് നമുക്ക് പറയാം എക്സ്റ്റെൻഡഡ് റിയാലിറ്റീനെ. എക്സ്റ്റെൻഡഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി AR, വെർച്വൽ റിയാലിറ്റി VR, മിക്സഡ് റിയാലിറ്റി MR എന്നൊക്കെ. ഇതിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു അംബ്രല്ല ടേം ആയിട്ടാണ് എന്തിനെ പറയുന്നത്, എക്സ്റ്റെൻഡഡ് റിയാലിറ്റീനെ പറയുന്നത്. സോ ആക്ച്വലി എക്സ്റ്റെൻഡഡ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇസ് എൻ അംബ്രല്ല ടേം ദാറ്റ് എൻകംപാസസ് ഇമേഴ്സീവ് ടെക്നോളജി വിച്ച് ബ്ലെൻഡ്സ് ദ ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ വേൾഡ്, എൻഹാൻസിങ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇൻ റിയൽ ടൈം. എക്സ്റ്റെൻഡഡ് റിയാലിറ്റിയിൽ AR ഉണ്ട്, VR ഉണ്ട്, MR ഉണ്ട്. സോ നമുക്ക് ആദ്യം AR എന്താ എന്ന് നോക്കാം. സോ AR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇതൊരു എക്സ്റ്റെൻഡഡ് റിയാലിറ്റി ആണ്. ആൻഡ് ഈ എക്സ്റ്റെൻഡഡ് റിയാലിറ്റി ആയ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ എന്താ ആക്ച്വലി നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഫിസിക്കൽ നമ്മൾ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് വേൾഡും ഉണ്ട്, അതുപോലെ ഒരു വെർച്വൽ വേൾഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ വെർച്വൽ ആയിട്ടുള്ള എലമെന്റ്സിനെ ഫിസിക്കൽ വേൾഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതിൽ വെർച്വൽ എലമെന്റ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ലേ, ഇത് ആക്ച്വലി പല തരത്തിലുള്ള ഫിൽറ്റേഴ്സ് സ്നാപ്ചാറ്റിൽ കുറെ സാധനം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ വേൾഡിൽ ഇപ്പം നിങ്ങളിങ്ങനെ നിൽക്കുക, നിങ്ങൾക്ക് മാലയും മറ്റ് വളയൊക്കെ ഇടിപ്പിച്ച് മേക്കപ്പ് ഒക്കെ ഇടിപ്പിച്ച് തരുന്നില്ലേ, എന്ന് വെച്ചാൽ എന്താ, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ ഓവർലേ ചെയ്യാണ് ആ പറഞ്ഞേക്കുന്ന വെർച്വൽ ഒബ്ജക്റ്റിലെ വെർച്വലി ഉള്ള കാര്യങ്ങൾ. ഇതിനാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ മൊബൈൽ ഫോൺസിൽ മാത്രമല്ല ഓഗ്മെന്റഡ് റിയാലിറ്റി നമുക്ക് ഗ്ലാസസ് യൂസ് ചെയ്ത്, അതായത് AR ഗ്ലാസസ് യൂസ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ ഓഗ്മെന്റഡ് റിയാലിറ്റി ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ കാൻഡി ക്രഷ് സാഗയില്ലേ, ആ ഗെയിം AR ഗോഗിൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ആ ഗോഗിൾസ് ഇട്ട സമയത്ത് എനിക്ക് എല്ലാവരെയും അപ്പുറത്തിപ്പുറത്ത് നടക്കുന്ന ആൾക്കാരെയും ഒക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ പോപ്പപ്പ് ആയിട്ടുണ്ട്, അതായത് കാൻഡി ക്രഷ് സാഗയുടെ നമ്മുടെ ഡെസ്ക്ടോപ്പിലെ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലെ സ്ക്രീന് വിസിബിൾ ആണ്. ആ സ്ക്രീനിന്റെ മുകളിൽ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വായുവിൽ ഇങ്ങനെ മാറ്റി എനിക്ക് ഗെയിം കളിക്കാൻ പറ്റി. ഇതാണ് ആക്ച്വലി AR എന്ന് പറയുന്നത്. സോ ARൽ ബേസിക് ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾസ് എവിടെയൊക്കെ നമ്മൾ ഇത് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് അപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ റീറ്റെയിൽ ആൻഡ് ഷോപ്പിങ്ങിന്റെ കേസിലാണെങ്കിലും, അതുപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇപ്പം ഇന്ററാക്റ്റീവായ 3D മോഡൽസും വിഷ്വൽസും ഒക്കെ കൊണ്ടുവരാനായിട്ട്, അതുപോലെ ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് പർപ്പസിനും, ഹെൽത്ത് കെയറിൽ ഫോർ എൻ എക്സാമ്പിൾ നമുക്ക് സർജറീസ് അസിസ്റ്റ് ചെയ്യണമെങ്കിലും ട്രെയിനിങ്സ് കൊടുക്കണമെങ്കിലൊക്കെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രെയിനിങ്ങിനും, അതായത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റിയൽ ടൈം സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി ബേസിക്കലി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് വെർച്വൽ റിയാലിറ്റി ആണ്. സോ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫിസിക്കൽ വേൾഡുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് നമ്മളൊരു വെർച്വൽ വേൾഡിൽ എത്തിയതുപോലെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതിനാണ് VR എന്ന് പറയുന്നത്. സോ VRന് ബേസിക്കലി നമ്മളൊരു VR ഗോഗിൾസോ ഗ്ലാസസും അതുപോലെ തന്നെ ഒരു ഓഡിയോ സെറ്റും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം VR എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് അവരിട്ടുന്നത് സ്പേസിന്റെ ഒരു സംഭവമായിരുന്നു. ആൻഡ് VRൽ ഞാൻ സ്പേസ് എക്സ്പീരിയൻസ് ആദ്യമൊക്കെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് 360 ഡിഗ്രിയിലൊക്കെ നമുക്ക് ഈ VR എക്സ്പീരിയൻസ് നമ്മൾ തിരിയുന്നതിനനുസരിച്ച് ആക്ച്വലി VR നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിയാ താഴോട്ട് നോക്കുക, മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും സ്പേസ് തന്നെയാണോ ഞാൻ ഇനി നിൽക്കുന്നതെന്ന്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തിയപ്പോൾ. അപ്പം VRൽ ബേസിക്കലി ഫിസിക്കൽ വേൾഡിൽ നിന്നുള്ള നമ്മുടെ കണക്ഷൻ വിട്ട് നമ്മളൊരു വെർച്വൽ വേൾഡിൽ എത്തിയ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിനെയാണ്
നമ്മൾ VR അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ വെർച്വൽ റിയാലിറ്റിയിൽ നമുക്കൊരു എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ എവിടെയൊക്കെയാണ് വെർച്വൽ റിയാലിറ്റി ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന്, അതായത് ഇമേഴ്സീവ് ഗെയിമിങ്ങിനും സിനിമാറ്റിക് എക്സ്പീരിയൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെർച്വൽ റിയാലിറ്റി യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് വെർച്വൽ ക്ലാസ് റൂമിലും സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കാനും സേഫ്റ്റി ഡ്രില്ലിനൊക്കെ നമുക്ക് ആക്ച്വലി വെർച്വൽ റിയാലിറ്റി ഉപയോഗിക്കാം. ഹെൽത്ത് കെയർ സെക്ടറിലാണെങ്കിൽ ഇപ്പം സർജിക്കൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു പെയിൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പിക്കൊക്കെ നമുക്ക് VR ഉപയോഗിക്കാം. ഇനി ആർക്കിടെക്ചർ ആൻഡ് റിയൽ എസ്റ്റേറ്റിൽ ഇപ്പം ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു വീട് എടുക്കണം, പക്ഷെ എടുത്തിട്ട് റിസ്ക് നോക്കുന്നതിലും ഇതിൽ നമുക്ക് വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് നമ്മൾ ആക്ച്വലി നമ്മുടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വീട് വെർച്വൽ റിയാലിറ്റിയിൽ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഗോഗിൾസും VR സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് എക്യുപ്മെന്റ്സും ഡിവൈസസ് വെച്ചുകൊണ്ട് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നത് അല്ലെ പോകുന്നത് പോലെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫീൽ നമുക്ക് ഇഷ്ടപ്പെടൂലയോ എന്നുള്ളതൊക്കെ ബേസിക്കലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബിൽഡിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ഇത് ആക്ച്വലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടൂറിസം ആൻഡ് ട്രാവൽ. നമ്മളിപ്പം വെർച്വൽ ടൂർസ് ചില പ്ലേസസിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എക്സാമ്പിൾ എനിക്ക് ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയം കാണണം, അതെനിക്ക് വെർച്വൽ റിയാലിറ്റിയിലൂടെ അവിടെ നിന്ന് കാണാൻ പറ്റുവാണെങ്കിൽ പൈസ ലാഭിക്കാം. പലതും ഇത് രണ്ടും എക്സ്പീരിയൻസ് വേറെയാണ്, കണ്ടുകൊണ്ട് കാണുന്നതും വെർച്വൽ റിയാലിറ്റിയും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇടക്കിടക്ക് പോകണ്ട എന്നാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോളേജിൽ, ഇപ്പം എൻ്റെ കോളേജിലൊക്കെ കോളേജ് ടൂറൊക്കെ വെർച്വൽ ടൂറൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന കോളേജിന്റെ വെർച്വൽ ടൂർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആക്ച്വലി അത് അടിപൊളിയല്ലേ. പിന്നെ അതുപോലെ റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സിലും അതുപോലെ മിലിറ്ററി ആൻഡ് ഡിഫൻസിലൊക്കെ ഇപ്പം കോമ്പാക്ട് ട്രെയിനിങ്ങിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VR ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ തെറാപ്പിക്കും മെന്റൽ ഹെൽത്തിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ VR വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ദിസ് ഈസ് അബൌട്ട് വെർച്വൽ റിയാലിറ്റി. അടുത്ത ഇതെന്ന് പറയുന്നത് മിക്സ്ഡ് റിയാലിറ്റിയാണ്. അപ്പൊ എന്താ മിക്സ്ഡ് റിയാലിറ്റി നോക്കാം. മിക്സ്ഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ വെർച്വൽ എലമെന്റ്സും ഫിസിക്കൽ എലമെന്റ്സും ഒരുമിച്ചൊരു സ്ഥലത്ത് വന്നിട്ട് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് മിക്സ്ഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ മിക്സ്ഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ആൻ ഇമേഴ്സീവ് ടെക്നോളജി. അത് നമ്മുടെ റിയലും വെർച്വൽ വേൾഡിനെയും എന്ത് ചെയ്യുന്നു, മേർജ് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമുക്ക് ഡിജിറ്റൽ ഒബ്ജക്റ്റ് ഫിസിക്കൽ എൻവയൺമെന്റുമായിട്ട് റിയൽ ടൈമിൽ ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ഇവിടെ നമ്മൾ ഗോഗിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഒരു ഇമേജിനേറിയം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പാരനസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഉണ്ട്, ദ ഇമേജിനേറിയം ഓഫ് ഡോക്ടർ പാരനസിസ്. ആക്ച്വലി ആ ഫിലിമിൽ ആണ് ആദ്യമായിട്ട് മിക്സ്ഡ് റിയാലിറ്റി യൂസ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ ആ ഫിലിം പറ്റുവാണെങ്കിൽ കണ്ടു നോക്കാം. അതിൽ കുറെ മിക്സ്ഡ് റിയാലിറ്റി എലമെന്റ്സ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ഏകദേശം എല്ലാവരും കാണാൻ സാധ്യതയുള്ള വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. അയൺമാൻ സിനിമയില്ലേ, അതിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് ജാർവിസിനോട് സംസാരിക്കുന്നില്ലേ, ഈ ജാർവിസിന് അവിടെ ഫിസിക്കൽ എൻവയൺമെന്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, റൈറ്റ്? അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ വെർച്വൽ റിയാലിറ്റിയും ഫിസിക്കൽ റിയാലിറ്റിയും തമ്മിൽ ഇമേഴ്സ്ഡ് ആണ്, അല്ലെ മേർജ്ഡ് ആണ്. അതുകൊണ്ടാണ് ജാർവിസിന് ഇതൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നത്. സോ ആക്ച്വലി ഇതും ഒരു നല്ല എക്സാമ്പിൾ ആണ് മിക്സ്ഡ് റിയാലിറ്റിക്കുള്ളത്. ഇനി കുറച്ച് അപ്ലിക്കേഷൻസ്, മിക്സ്ഡ് റിയാലിറ്റിന്റെ അപ്ലിക്കേഷൻസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിങ് പ്ലേസസിൽ നമ്മൾ ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഗൈഡഡ് അസംബ്ലിക്കും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കാം. ഹെൽത്ത് കെയറിൽ ഇതേപോലെ സർജിക്കൽ പ്ലാനിങ്ങിലും അനാറ്റമി വിഷ്വലൈസേഷനും ഒക്കെ ഉപയോഗിക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. റീറ്റെയിൽ ആൻഡ് ഡിസൈനിനും ആർക്കിടെക്ചറിനും അതേപോലെ എന്റർടൈൻമെന്റ് ആൻഡ് ഗെയിമിങ്ങിനൊക്കെ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന MR ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പം എക്സ്റ്റെൻഡഡ് റിയാലിറ്റിയിലെ 3 റിയാലിറ്റീസ്, അതായത് AR, VR, MR, ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് മെറ്റാവേഴ്സ് എന്താണെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കുറെ ആൾക്കാർ മെറ്റാവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഇതൊരു വെർച്വൽ വേൾഡ് ആണ്. ഈ വെർച്വൽ വേൾഡിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എൻ്റെ എക്സ്റ്റെൻഡഡ് റിയാലിറ്റിയിലെ ഒരു ഡിവൈസ്, ഇപ്പം വെർച്വൽ റിയാലിറ്റിയോ MR ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അപ്പം ഒബ്വിയസ്ലി VR ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. VR ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു വെർച്വൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലേക്ക് ഞാൻ കയറുകയാണ്. അവിടെ എനിക്കൊരു പേരുണ്ട്, എനിക്കൊരു ബോഡി ഉണ്ട്, എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്, ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ആൾ ഓസ്ട്രേലിയയിലാണെന്ന് വിചാരിക്കുക.
ആർക്കും ഇതേപോലെ തന്നെ ഈ വെർച്വൽ എൻവയൺമെന്റിലേക്കുള്ള ആക്സസ് ഉണ്ട്. നമ്മൾ 2 രാജ്യങ്ങളിൽ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വെയർ ഗ്ലാസ്സസ് എടുത്തിടുന്നു, നമ്മൾ ഈ വെർച്വൽ വേൾഡിൽ വരുന്നു, വി ടോക്ക്, വി വോക്ക്, എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വേറൊരു എൻവയൺമെന്റിൽ നമ്മളെ പോലത്തെ ഒരു ക്യാരക്ടർ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് വേറൊരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആക്ച്വലി മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായെന്നറിയില്ല, പക്ഷെ മനസ്സിലായാലേ താഴെ കമന്റ് ചെയ്തോ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം കുറച്ചുകൂടെ വൃത്തിക്ക്. മനസ്സിലാവുമെന്ന് തോന്നുന്ന രീതി കുറച്ചുകൂടെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് തരാം. ഇപ്പൊ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള, ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള, ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു 3D വെർച്വൽ വേൾഡ് ആണ്. ഇവിടെ പീപ്പിൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്, അവർ ലേൺ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഈ മെറ്റാവേഴ്സിലെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പെർസിസ്റ്റൻസി ആണ്, പിന്നെ ഇമേഴ്സീവ്നെസ് ആണ്, പിന്നെ ഇന്റർകണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ യൂസറിന്റെ ഓണർഷിപ്പും ഡീസെൻട്രലൈസേഷനുമാണ് ഇതിന്റെ ഏറ്റവും നല്ല കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ മെറ്റാവേഴ്സിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ, നമുക്ക് അവിടെ നമ്മൾ നോർമലി എങ്ങനെയാണോ സോഷ്യലൈസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ് പർപ്പസസ്, അതായത് നമുക്ക് എന്റർടൈൻമെന്റ് ഒക്കെ അവിടെ നടത്താം, കൺസേർട്സ് നടത്താം, അതുപോലെ തന്നെ മൂവി നൈറ്റ്സ് നടത്താം, ലൈവായിട്ട് ഈവെന്റ്സ് നടത്താൻ വേണ്ടി പറ്റും, നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ലേൺ ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. അവിടെ മെറ്റാവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. ഇതുണ്ടെങ്കിൽ ഈ മെറ്റാവേഴ്സ് വർക്ക് ചെയ്യും. അതെന്തൊക്കെയാന്ന് നോക്കാം. മെറ്റാവേഴ്സിലെ കീ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്ന് ഹാർഡ്വെയർ ആണ്. അതിന് നമ്മൾ AR VR ഹെഡ്സെറ്റും അതുപോലെ തന്നെ നമ്മൾ ഹാപ്റ്റിക്സും സെൻസേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കണക്ടിവിറ്റി വേണം, അതായത് 5G കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം, Wi-Fi 6 ആയിരിക്കണം, എഡ്ജ് കമ്പ്യൂട്ടിംഗ് ഉണ്ടാവണം. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെർച്വൽ വേൾഡ് ആണ് നമ്മുടെ, അല്ലെങ്കിൽ മെറ്റാവേഴ്സിന്റെ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ കറൻസി NFTസും ആണ് ഇവിടെ നമ്മൾ എക്കണോമി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐഡന്റിറ്റി നമ്മുടെ അവതാറോ അല്ലെ പ്രൊഫൈലോ റെപ്യൂട്ടേഷനോ ഒക്കെ ആയിരിക്കും. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനുള്ള ടൂൾസിന്റെ ആവശ്യകതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ അത്യാവശ്യമാണ്, കാരണം എന്നാൽ മാത്രമേ ഇത് ഇന്ററാക്ഷൻസും എൻവയൺമെന്റ് ഒക്കെ കുറച്ച് സ്മാർട്ടർ ആവുള്ളൂ. അതുപോലെ തന്നെ സെക്യൂരിറ്റിയും പ്രൈവസിയും ഇറ്റ്സ് മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഇതാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് മെറ്റാവേഴ്സ് എന്നുള്ളത്. സോ ഇതോടുകൂടി നമ്മൾ എക്സ്റ്റെൻഡഡ് റിയാലിറ്റി മെറ്റാവേഴ്സ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് 3D പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അഡിക്റ്റീവ് മാനുഫാക്ചറിങ് ടെക്നിക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയ ഒരു ഡിസൈൻ ഉപയോഗിച്ച് നമ്മളൊരു 3D ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് 3D പ്രിന്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ നമ്മളൊരു മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് നമ്മൾ സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്നാണ് പറയാം. അതായത് ട്രഡീഷണൽ മാനുഫാക്ചറിംഗ് പറയാം. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ എടുക്കുന്നു, അതിനെ കട്ട് ചെയ്യുന്നു, ഡ്രില്ല് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ ഒരു സോളിഡ് ബ്ലോക്ക് ഓഫ് മെറ്റീരിയലിനെയാണ് ഇതൊക്കെ ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു 3D സാധനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനേക്കാളും വേസ്റ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് ഈ വേസ്റ്റ് കൊണ്ട് ഇപ്പോൾ നമ്മളൊരു മരക്കഷ്ണം ഉപയോഗിച്ചിട്ട് നമ്മളൊരു സാധനം ചെയ്തെന്ന് വെച്ചോ, ഇതിന്റെ ബാക്കി വരുന്ന വേസ്റ്റ് കൊണ്ട് നമുക്കൊന്നും വേറെ ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ നമുക്ക് കൂടുതൽ വേസ്റ്റ് ആയിരിക്കും സാധനത്തെക്കാളും ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ അത്രയും ഹൈ മെറ്റീരിയൽ വേസ്റ്റേജ് വരുന്നത് കൊണ്ട് നമുക്കിത് എങ്ങനെ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആക്കാം എന്നതിൽ നിന്നാണ് നമ്മൾ 3D പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരുന്നത്. ഈ അഡിക്റ്റീവ് മാനുഫാക്ചറിങ് ടെക്നിക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കും, ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യും. ആ മെറ്റീരിയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഉണ്ടാക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞ വേസ്റ്റ് വളരെ കുറവാണ്. ഇനി വേസ്റ്റ് വന്നാൽ നമുക്ക് ആ സാധനം എടുത്ത് വീണ്ടും പുതിയ സാധനം ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഇതാണ് ആക്ച്വലി 3D പ്രിന്റിംഗിൽ നടക്കുന്നത്. സോ 3D പ്രിന്റിന്റെ പ്രോസസ്സ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ 3D പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഐ ഗെസ് ദാറ്റ് ഇറ്റ് ഇസ് ഇൻ തമിഴ്നാടു. അതുപോലെ ഇപ്പൊ തന്നെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് വീടുകളൊക്കെ 3D പ്രിന്റ് ചെയ്യുന്നുണ്ട് മെഷീൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ വേസ്റ്റേജ് കുറവാണ്, ലെയർ ബൈ ലെയർ ആയിട്ട് അത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 3D പ്രിന്റിംഗ് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ആക്ച്വലി ഉണ്ട്, വലിയ വലിയ ബിൽഡിങ്സ് ചെയ്യുന്നതിനും. പിന്നെ ഞാൻ ഇപ്പം അടുത്തൊരു യൂട്യൂബ് ചാനൽ ഒരു ചേട്ടൻ, ഞാൻ പറ്റുവാണെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ആ ചേട്ടൻ 3D പ്രിന്റ് മെഷീൻസ് യൂസ് ചെയ്തിട്ട് പല പല ക്യൂട്ട് സാധനങ്ങൾ, പല സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ആദ്യമായിട്ട് 3D പ്രിന്റിംഗ് ചെയ്യുന്നത് കണ്ടത് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴാണ്.
ആൻഡ് എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം 3D പ്രിന്റിങ് എമർജ് ചെയ്ത് വരുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എപ്പോഴും 3D പ്രിന്റിങ് കാണാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് 3D പ്രിന്റിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4D പ്രിന്റിംഗ് ആണ്. ഇപ്പൊ 3D പ്രിന്റിംഗ് കഴിഞ്ഞ് 4D പ്രിന്റിംഗ് എന്താന്ന് പറഞ്ഞാൽ 4D പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ 3D പ്രിന്റിങ്ങിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് 4D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. 4D പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 3D പ്രിന്റർ വെച്ചിട്ട് പ്രിന്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് അതിന് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈൻ അനുസരിച്ച് അതിന് ഒന്നിങ്ങനെ ഷേപ്പ് മാറാനോ കളർ മാറാനോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി 4D പ്രിന്റിംഗ് ടെക്നോളജിയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വെൻ ഐ സേ അബൌട്ട് ദ അപ്ലിക്കേഷൻസ് ഓഫ് 3D ആൻഡ് 4D പ്രിന്റ് നിങ്ങൾക്ക് അത് എവിടെ ആക്ച്വലി ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദ അപ്ലിക്കേഷൻസ് ഓഫ് 3D ആൻഡ് 4D പ്രിന്റിംഗ്. സോ ഫസ്റ്റ് 3D പ്രിന്റിങ്ങിന്റെ അപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ 3D പ്രിന്റിങ്ങിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാണ്. സോ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമ്മൾ 3D പ്രിന്റിംഗ് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു പ്രോസ്തെറ്റിക്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ്സ് ഉണ്ടാക്കണം, അല്ലെ ബയോപ്രിന്റ് ചെയ്യണം, സർജിക്കൽ മോഡൽസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ 3D പ്രിന്റിംഗ് ഉപയോഗിക്കാം. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രോട്ടോടൈപ്പോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാർട്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കസ്റ്റം കോമ്പണൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എയറോസ്പേസിലും നമ്മൾ ലൈറ്റ് വെയിറ്റ് പാർട്സും റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിനും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൺസ്യൂമർ പ്രൊഡക്ട്സിൽ, അതായത് കസ്റ്റം പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കണം, ഫുഡ് വെയർ ഉണ്ടാക്കണം, ജ്വല്ലറി ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഫോൺ കേസസ് നമുക്ക് ഉണ്ടാക്കണം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ആർക്കിടെക്ചറൽ ഇപ്പൊ നമുക്ക് മോഡൽസ് ഒക്കെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ബിൽഡിംഗ് കോമ്പണൻസ് ഉണ്ടാക്കണമെങ്കിലൊക്കെ 3D പ്രിന്റിംഗ് ഒരു നല്ല സൊല്യൂഷനാണ്. പിന്നെ എഡ്യൂക്കേഷൻ നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് മോഡൽസ് ഉണ്ടാക്കണേ ഉപയോഗിക്കാം, ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം, അതുപോലെ ആർട്സ് ആൻഡ് ഡിസൈനിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ നാസ് ഡെയിലി എന്ന് പറയുന്ന ഒരു ചാനലില് പണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ചിട്ട് മീറ്റ് പോലെ ഇരിക്കുന്ന ഒരു മീറ്റ് ലൈക്ക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ ഇറ്റ് ടേസ്റ്റ് ലൈക്ക് മീറ്റ്, ഇറ്റ് ലുക്സ് ലൈക്ക് മീറ്റ്, ബട്ട് ഇറ്റ് ഇസ് ഫോം ഫ്രം പ്ലാന്റ് സബ്സ്റ്റൻസസ്. ആക്ച്വലി അങ്ങനെ ഒരു സാധനം ഇവർ 3D പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് വേറെ ഏതോ രാജ്യത്ത്. കൊമേഴ്ഷ്യലൈസ് ആയതെന്ന് എനിക്കറിയില്ല. അത് ആക്ച്വലി ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അവരത് ചെയ്തത്. അപ്പം പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, അതും ഞാനിവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേ കേട്ടോ. ഇത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ഡെഫിനറ്റ്ലി ഫീൽ ലൈക്ക് ദിസ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്ന് തോന്നുന്നു. So this is the applications of 3D print. Next come to the applications of 4D printing. 4D printing application പറയുമ്പോൾ അതിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ മെഡിക്കൽ ഡിവൈസസ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ചില സ്റ്റെൻഡ് ഒക്കെ ഉണ്ടാവില്ലേ, അത് നമുക്ക് ബോഡിയിൽ ഓരോ പാർട്സ് എത്തുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുക, ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള ഇംപ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്റ്റെഡ് ഉണ്ടാക്കണമെങ്കിൽ ബേസിക്കലി നമുക്ക് 4D പ്രിന്റിംഗ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സോഫ്റ്റ് റോബോട്ടിക്സിൽ, അതായത് ഒരു എൻവയറമെന്റിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് ഷേപ്പ് മാറ്റാൻ പറ്റുന്ന റോബോട്ട്സിന് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രഗ് ഡിമാൻഡിന് വേണ്ടിയിട്ട് ഒരു ഡ്രഗ് ഡെലിവറി നമ്മുടെ ശരീരത്തിൽ നടത്തണമെങ്കിൽ നമുക്കൊരു സ്മാർട്ട് ഇംപ്ലാന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 4D പ്രിന്റിംഗ് യൂസ് ചെയ്യാം. എയറോസ്പേസിലും ഡിഫൻസിലും നമുക്ക് ഇതുപോലെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള വിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. പിന്നെ സ്മാർട്ട് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചൂട് കാലത്ത് നമുക്ക് കുറച്ചുകൂടെ പോർസ് ഉള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അതേസമയം തണുപ്പ് കാലത്ത് കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് അധികം കടക്കില്ല. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വോം ആയിട്ട് നമ്മുടെ ക്ലോത്ത് കിട്ടും. ഇതിന് നമ്മൾ വിന്റർ ക്ലോത്ത്സ്, സമ്മർ ക്ലോത്ത്സ് എന്ന് വാങ്ങുന്നതിന് പകരം രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 4D പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ. എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ പോർസ്, നമ്മുടെ ഡ്രസ്സിലെ പോർസ് കുറച്ച് വൈഡൻ ആകും. അതുപോലെ തന്നെ കോൾഡ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ കോൺട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഈ 4D പ്രിന്റിംഗ് ടെക്നോളജി ബേസിക്കലി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൺസ്യൂമർ പ്രൊഡക്ട്സിൽ നമുക്ക് ഹീറ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള കപ്പൊക്കെ ഇല്ലേ, അല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ഒക്കെ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഫേംസിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ 4D പ്രിന്റിംഗ് ടെക്നോളജി വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു നാഷണൽ സ്ട്രാറ്റജി നമുക്കുണ്ട്. അതിന്റെ ഇത് ആക്ച്വലി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജീന്റെ അണ്ടറിൽ ഇന്ത്യയുടെ ഷെയർ അഡിക്റ്റീവ് മാനുഫാക്ചറിംഗിൽ ഒരു 5% കൂട്ടണം എന്നുള്ളതാണ് നമ്മൾ 2025 നമ്മുടെ എയിം ആയിരുന്നു അത്. അതുപോലെ തന്നെ
സമർത്ഥ് ഉദ്യോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്ലൂഡിങ് നമ്മുടെ 3D പ്രിന്റിങ്ങിന്റെ അഡോപ്ഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഒരു സമർത്ഥ് ഉദ്യോഗ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് 3D ആൻഡ് 4D പ്രിന്റിങ്ങിനെ കുറിച്ച് പറയാനായിട്ട് ബേസിക്കലി ഉള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ടോപ്പിക് ആണ്, വിച്ച് ഇസ് നാനോ ടെക്നോളജീസ്. നാനോ ടെക്നോളജി ഒരു എമർജിങ് ടെക്നോളജിയാണ്, സോ അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നമുക്ക് നാനോ ടെക്നോളജി എന്താണെന്ന് നോക്കാം. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ അറ്റോമിക് ലെവലിലുള്ള മാറ്റേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എന്നിട്ട് ആ മാനിപ്പുലേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടതായ ഒരു മെറ്റീരിയലോ ഡിവൈസോ ഉണ്ടാക്കുക. ഇതിന് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി പ്രോപ്പർട്ടീസും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ എക്സ്ട്രാ ഓർഡിനറി പ്രോപ്പർട്ടീസ് ഉള്ള നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കുറച്ച് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിവൈസസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിനെയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. നാനോ ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നാനോ പാർട്ടിക്കിൾസ്, അതായത് ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് നാനോ പാർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പം അത് നോക്കാം. When we say about the inorganic based nano particles, ഈ ഇൻഓർഗാനിക് ബേസ്ഡ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഓർഗാനിക് മെറ്റീരിയൽ, അതായത് മെറ്റൽ ഓക്സൈഡ്, സെറാമിക് ഓർ സെമി കണ്ടക്ടേഴ്സ് നിന്നായിരിക്കും ഇത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഓർഗാനിക് പോളിമേഴ്സോ ലിപ്പിഡോ ഡെൻഡ്രിമേഴ്സ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ നാച്ചുറൽ കോമ്പൗണ്ട്സ് വെച്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മൾ ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയും. ഇതല്ലാതെ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിന് നമുക്ക് ഗ്രാഫീനും ഗ്രാഫൈറ്റും എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താന്ന് ഞാൻ ഷോർട്സ് ആയിട്ട് പിന്നെ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ, ഈ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത്. അടുത്ത നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് ഏതൊക്കെയാ നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് നാനോ ബോട്ട് എന്താണെന്നാണ്. സോ നാനോ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു സ്മോൾ ഡിവൈസ് ആണ്. ഇതിന്റെ വലിപ്പം തന്നെ പറയുന്നത് ഒരു 50 to 100 നാനോമീറ്ററിലാണ്, അതായത് 10⁻⁻⁹ നാനോമീറ്റേഴ്സിലാണ് ഇത് ആക്ച്വലി നിൽക്കുന്നത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇന്റർസെല്ലുലാർ സ്ട്രക്ചറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അത് റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നാനോ ബോട്ടിനകത്തോട്ടേക്ക് വിട്ടാൽ മതി. അപ്പോൾ അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് നമുക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നാനോ ബോട്ട് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു നാനോ ബോട്ടിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോ നാനോ ബോട്ടിലെ ഓരോ ഫീച്ചേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് ഫോട്ടോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഡൈനാമിക് തെറാപ്പിയിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നാനോ പാർട്ടിക്കിൾസ് നമ്മൾ ഈ പറഞ്ഞ ട്യൂമറിന്റെ സ്ഥലത്തേക്ക് കുറച്ച് നാനോ പാർട്ടിക്കിൾസ് കടത്തി വിടും. എന്നിട്ട് നമ്മളൊരു ലൈറ്റ് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് കാരണം ഈ നാനോ പാർട്ടിക്കിൾസ് ഉള്ളിലുണ്ടല്ലോ, ഈ നാനോ പാർട്ടിക്കിൾസ് ഈ ലൈറ്റ് കാരണം ഹീറ്റ് അപ്പ് ആവും. അപ്പൊ ആ ഭാഗത്തുള്ള ഈ ട്യൂമറസ് ആയിട്ടുള്ള സെല്ലൊക്കെ കില്ല് ചെയ്ത് പോകും. ഇതാണ് ഫോട്ടോ ഡൈനാമിക് തെറാപ്പിയിൽ നടക്കുന്നത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നാനോ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് നാനോ സ്കെയിലാണ് ഞാൻ പറയുന്നത്, അങ്ങനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് നാനോ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് നാനോ കോമ്പോസിറ്റിന്റെ എക്സാമ്പിൾ ആണ് അയൺമാൻ സിനിമയിലെ അയൺമാന്റെ സ്യൂട്ടില്ലേ, അയൺമാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്യൂട്ട് ഇങ്ങനെ താനെ ബോഡിയിലേക്ക് ഇങ്ങനെ വന്നിട്ട് കയറുന്ന കണ്ടിട്ടില്ലേ? ആക്ച്വലി അവിടെ ഉപയോഗിക്കുന്ന നാനോ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ആ സൂട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഹീസ് ഓൾസോ ഐ ഗെസ് ഈ കാര്യം ഈ ഡയലോഗ് സിനിമയിൽ പറയുന്നുണ്ടെന്നാ തോന്നുന്നത്. ഹൾക്ക് ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാ വന്നേ ചോദിക്കുമ്പോൾ അയൺമാൻ അത് പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇത് നാനോ കോമ്പോസിറ്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ക്വാണ്ടം ഡോട്ട്സും സോളാർ പെയിന്റും. അപ്പൊ അതെന്താ നോക്കാം. ക്വാണ്ടം ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാനോ പാർട്ടിക്കിൾ സ്കെയിലിൽ ഉണ്ടാകുന്ന കുറച്ച് ക്രിസ്റ്റൽസ് ആണ്. ഇത് ആക്ച്വലി മാൻമെയ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ഇതിനെ ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ അൾട്രാ വയലറ്റ് റേസ് ഓർത്തിരിക്കുക, അൾട്രാ വയലറ്റ് റേസ് ആണ്. അൾട്രാ വയലറ്റ് റേസ് ഈ സെമി കണ്ടക്ടിങ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസിന്റെ മുകളിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നാനോ പാർട്ടിക്കിൾസ് ഒരു കളർ എമിറ്റ് ചെയ്യും. ഓരോ നാനോ പാർട്ടിക്കിൾസിനനുസരിച്ച് ഓരോ കളേഴ്സ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പച്ച, മഞ്ഞ, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് കളേഴ്സ് അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിസ്പ്ലേ ടെക്നോളജി ഒക്കെ ഇല്ലേ, നമ്മൾ പല ടി വി ഡിസ്പ്ലേസ് അങ്ങനത്തെ ഡിസ്പ്ലേ ടെക്നോളജീസിലും അതുപോലെ തന്നെ
നമ്മുടെ സോളാർ സെല്ലിലൊക്കെ ബേസിക്കലി ഈ പറഞ്ഞേക്കുന്ന ക്വാണ്ടം ഡോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സോളാർ പെയിന്റ് ആണ്. സോളാർ പെയിന്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സോളാർ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർഫസിൽ സോളാർ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അതൊരു സോളാർ പാനൽ പോലെ ഇരിക്കും. കാരണം അതിന് ഹീറ്റ് അല്ലെ സോളാർ എനർജി കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് സോളാർ പെയിന്റ് എന്ന് പറയുന്നത്. സോ അടുത്തത് വരുന്നത് നാനോ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നാനോ പാർട്ടിക്കിൾസ് നമ്മുടെ ഓയിൽ സ്പില്ലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നാനോ സ്പില്ല് വർക്ക് ചെയ്യുന്നതെന്നാണ്. നാനോ ഫെർട്ടിലൈസറിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു പ്ലാന്റിന്റെ ന്യൂട്രിയൻസ് ഒക്കെ വളരെ നന്നായിട്ട് മാറ്റണമെങ്കിൽ ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാനോ യൂറിയ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ന്യൂട്രിയൻസ് നല്ല രീതിയിൽ പ്ലാന്റ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി നല്ലതാണ്. പിന്നെ വരുന്നത് ഓയിൽ സ്പിൽ റെമഡിയേഷൻ. ഇപ്പൊ നമ്മുടെ കപ്പലിൽ നിന്നൊക്കെ ഓയിൽ താനെ ലീക്ക് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഓയിൽ സ്പിൽ റെമഡിയേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നാനോ പാർട്ടിക്കിൾസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്കൊരു ബയോഡിഗ്രേഡബിൾ കോമ്പോണന്റ് ആക്കിയിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ അത് മാറ്റാൻ വേണ്ടി പറ്റും. ഇതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പർ ടങ്സ്റ്റൺ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾ ആണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഓയിൽ സ്പില്ലിന്റെ കാര്യം വരെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ നാനോ ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാനോ ബബിൾ ടെക്നോളജി എന്നുള്ളത്. വാട്ട് ഈസ് നാനോ ബബിൾ ടെക്നോളജി എന്ന് നോക്കാം. സോ ഇവിടെ നാനോ ബബിൾ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ഒരു ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള ബബിൾ ആണ് ഈ നാനോ ബബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ സൈസ് നാനോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതായത് വളരെ ചെറുതാണ്. നാനോമീറ്റർ സ്കെയിൽ ഒരു 50 to 500 നാനോമീറ്ററിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിന്റെ ഒരു യുണീക് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ബേസിക്കലി ഉണ്ട്. ഈ നാനോ ബബിൾസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറിന്റെ ഓക്സിജൻ ലെവൽ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിനകത്തിരിക്കുന്ന ആറോബിക് ബാക്ടീരിയനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു ഓർഗാനിക് മാറ്ററിലേക്ക് എത്തിക്കാനൊക്കെ ആക്ച്വലി ഇത് അതായത് ഓക്സിജനേഷൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. നാനോ ടെക്നോളജിന്റെ അതർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ നാനോ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫുഡ് പാക്കിങ്ങിലാണ്. അപ്പോൾ ഈ ഫുഡ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നാനോ കോട്ടിംഗ് ആയിട്ടുള്ള നമ്മൾ ഫുഡ് പാക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷനും അതുപോലെ തന്നെ സ്പോയിലേജ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ മിനിയേച്ചറൈസേഷൻ ഓഫ് സർക്യൂട്ട്സിലും സ്പേസ് ടെക്നോളജിയിൽ നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനം ഉണ്ടാക്കുവാണെങ്കിൽ സ്പേസിൽ നമുക്ക് അതിന്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കണമെങ്കിലും സ്മാർട്ട് ആയിട്ടുള്ള അതായത് സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള വാട്ടർ റിപ്പലന്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഉണ്ടാക്കണമെങ്കിലും കൺസ്ട്രക്ഷൻ പർപ്പസിനും ബാറ്ററീസ് ഉണ്ടാക്കാൻ വരെ അതായത് ലിഥിയം അയോൺ ബാറ്ററിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനൊക്കെ ആക്ച്വലി നമുക്ക് എന്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ നാനോ ടെക്നോളജിയെ കുറിച്ചുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. സോ ഇനി AI എന്താ നോക്കാം. AI എന്താ, ML എന്താ, ഡീപ് ലേണിംഗ് എന്താ എന്നുള്ളതൊക്കെ നമുക്കൊരു ഗ്ലാൻസിൽ ആദ്യം നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന് പറയുന്നത് ഹ്യൂമന്റെ ബിഹേവിയറിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഗൂഗിൾ അസിസ്റ്റന്റ്, സിറി, അലക്സ, ഇതിലൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫേസ് റെക്കഗ്നിഷൻ, ഇപ്പൊ ഫേസ് ID കൊടുക്കുക, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഫേസ് ID വെക്കാനുള്ള ഓതന്റിക്കേഷൻ ഉള്ളൊരു തന്നിട്ടുണ്ട്. നമ്മൾ ഫോൺ ലോക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആക്ച്വലി സെക്യൂരിറ്റി ക്യാമറാസ് ഒക്കെ നമ്മൾ ഫേസ് റെക്കഗ്നിഷൻസ് ഒക്കെ ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ AI എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഉള്ള നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് സോഷ്യൽ മീഡിയയിലുള്ള ആൽഗോരിതം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ കാണിച്ചു തരിക, അതുപോലെ തന്നെ എന്താ പറയുക, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നമ്മൾ കാണുന്നതിനനുസരിച്ച് ഒരു റെക്കമെൻഡേഷൻ തരിക, ഇതൊക്കെ AI ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചാറ്റ് ബോട്ട് ആയാലും കസ്റ്റമർ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ ബാങ്ക് ആപ്ലിക്കേഷൻസും ഒക്കെ നടക്കുന്നത് ഈ AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഊബർ, ഓല, ഇതൊക്കെ ബേസിക്കലി ഈ പറഞ്ഞേക്കുന്ന AI നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇനി AIന്റെ അഡ്വാൻറ്റേജസ് ആണ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഞാൻ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലാതെ നമ്മൾ AI എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് സംസാരിക്കുന്നത്. നമ്മൾ AI ഉപയോഗിക്കുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടറിലൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം.
ഹെൽത്ത് സെക്ടറിൽ നമ്മൾ AI ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഏർലി ഡിസീസ് ഡിറ്റക്ഷൻ നടത്തണം, അതുപോലെ റോബോട്ട്സ് സർജറീസ് നടത്തുക, അതിനുള്ള അസിസ്റ്റീവ് ടൂൾസിലൊക്കെ നമുക്ക് AI ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ പലരും ടെലിമെഡിസിൻസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡോക്ടറോട് ചാറ്റ് ചെയ്ത് സംസാരിക്കാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ കേസ് ആണെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗും ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ആൻഡ് ആക്സസിബിലിറ്റിക്കും റൂറൽ ഗ്യാപ്സിന് ഒരു ബ്രിഡ്ജിങ്ങിനൊക്കെ എഡ്യൂക്കേഷനിലും നമുക്ക് AI ഉപയോഗിക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ പ്രിഡിക്റ്റീവ് മാനുഫാക്ചറിങ്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സിലും സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷനിലും ഉപയോഗിക്കാം. അഗ്രികൾച്ചറിലാണെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ്, വെതർ പ്രിഡിക്ഷൻ, ക്രോപ്പ് ഇൻഷുറൻസ്, അതുപോലെ സപ്ലൈ ചെയിൻ ആൻഡ് മാർക്കറ്റ് ലിങ്കേജിന് ഉപയോഗിക്കാം. എനർജി എൻവയൺമെന്റിലാണെങ്കിൽ നമുക്ക് എനർജി ഒപ്റ്റിമൈസ് ചെയ്യാനും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും വേസ്റ്റ് മാനേജ്മെന്റിനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഗവേണൻസ് ആൻഡ് പബ്ലിക് സർവീസ് നോക്കുകയാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ സിറ്റിസൺസിന് ഇന്ററാക്ട് ചെയ്യാനുള്ള 24/7 സപ്പോർട്ട് കൊടുക്കാനുള്ള സർവീസ് ഡെലിവറീസ് ഒക്കെ ചെയ്യുന്ന ചാറ്റ് ബോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ സർവൈലൻസിനും അതുപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റീനൊക്കെ നമുക്ക് AI പവേർഡ് ആയിട്ടുള്ള പല ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി AI കാര്യം ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ML എന്താന്ന് പറഞ്ഞുതരാം. ML എന്ന് പറയുന്നത് AI ഒരു സബ്സെറ്റ് ആണ്. ML എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിസ്റ്റം ഇല്ലേ, അത് ഒരു പാറ്റേൺ ലേൺ ചെയ്യും. അതായത് നമ്മുടെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാറ്റേൺ, അതായത് നമ്മൾ സാധാരണ എന്തൊക്കെയാണ്, നമ്മളെ എന്തൊക്കെ എടുക്കും, നമ്മൾ എന്തൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇപ്പം യൂട്യൂബ് എടുക്കണം, യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് എന്തൊക്കെയാണ്, അതിനൊക്കെ അനുസരിച്ച് ഒരു പാറ്റേൺ സിസ്റ്റം ലേൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ സഹായിക്കുന്നുണ്ട്. ഇത് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഇന്നത് എടുക്കണം എന്ന് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ ഇമെയിൽ അപ്ലിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു സ്പാം ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്നൊന്നുമില്ലല്ലോ, ഇത് സ്പാം ആണെന്ന് പറഞ്ഞു കൊടുക്കുകയൊന്നുമില്ലല്ലോ. താനല്ലേ ഇത് സ്പാം ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വേറെ തന്നെ സ്പാമിലേക്ക് ഇമെയിൽസ് കയറ്റി വെക്കുന്നത്. ഇത് ആക്ച്വലി ML ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ഡീപ്പ് ലേണിംഗ് എന്നുള്ളതാണ്. ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് MLന്റെ ഒരു സബ്സെറ്റ് ആണ്. ഈ ഡീപ്പ് ലേണിംഗിൽ ആക്ച്വലി ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ നെർവസ് സിസ്റ്റം പോലെ തന്നെ ഇതൊരു ന്യൂറൽ നെറ്റ്വർക്ക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്ച്വലി നമുക്കൊരു കമ്പ്യൂട്ടറിന് ഒരു വലിയ എമൗണ്ട് ഓഫ് ഡേറ്റയിലുള്ള പാറ്റേൺസ്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസ് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇതിനൊരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ ചെയ്യുന്നത് എല്ലാ നേരവും നമ്മുടെ മുടിയും അതും ഇതൊക്കെ ഒരേപോലെ ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഡിറ്റോ ഫേസും ഡിറ്റോ കുപ്പായോ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ബട്ട് സ്റ്റിൽ നമ്മളെ മനസ്സിലാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സൽ ബൈ പിക്സൽ അത് ലേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ മുഖത്തിലെ ഓരോ ചെറിയ ഡീറ്റെയിൽസ് വരെ ലേൺ ചെയ്തിട്ട് എപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാലും നമ്മളാണെന്ന് അങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്തെടുക്കുന്നത്. ഇത് ആക്ച്വലി ഡീപ്പ് ലേണിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് കൂടെ മനസ്സിലാക്കാം. ഇതെനിക്ക് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു. സോ AI, ML ആൻഡ് DL എന്താണെന്നുള്ള മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു റോബോട്ടിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് കോൾഡ് ബാൻഡിക്കൂട്ട്. എന്താ ബാൻഡിക്കൂട്ട് റോബോട്ട് എന്ന് നോക്കാം. ഹ്യൂമൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ് ഇത്. മാൻഹോൾ അറിയില്ലേ, മാൻഹോളിനകത്ത് ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇറങ്ങി ജോലി ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് ഇവരുടെ വർക്ക് നമ്മൾ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് റോബോട്ട് ചെയ്യുക, ഈ മാൻഹോളിൽ മനുഷ്യൻ ഇറങ്ങണ്ട എന്നത് വെച്ചിട്ട് ഉണ്ടാക്കിയ റോബോട്ടാണ് ബാൻഡിക്കൂട്ട് എന്ന് പറയുന്ന റോബോട്ട്. ഇറ്റ്സ് അമേസിങ്, അടിപൊളി സംഭവമാണ്. സോ ഇതാണ് ബാൻഡിക്കൂട്ടിനെ കുറിച്ച് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് AI കാരണം ഉണ്ടാവുന്ന ഒരു കുറച്ച് കൺസേൺസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ബേസിക്കലി ആൾക്കാർ പറയുന്ന കൺസേൺ ആണ്, ജോബ് ഉണ്ടാവില്ല എന്നുള്ള ഒരു കൺസേൺ. ഇതാണ് AIയുടെ നമ്മൾ വിചാരിക്കുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇൻഇക്വാലിറ്റിയുടെ വൈഡനിങ് ആണ്. അതായത് ഇപ്പം AI നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള AIs ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള കമ്പനീസും വർക്കേഴ്സും ഒക്കെ. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ AI കാരണം വളർന്നു വരുന്ന കമ്പനീസിനൊന്നും എന്താ പറയാ പെട്ടെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രൊജക്ട്സ് ഒന്നും കിട്ടാണ്ടാകും. ഇത് ആക്ച്വലി ഒരു ഇൻഇക്വാലിറ്റി ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്തതാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ത്രെറ്റ്സ്. ഇപ്പൊ പല സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഡീപ് ഫേക്കിലൊക്കെ നമുക്ക് ഏതാ റിയൽ ഏതാ AI ഉപയോഗിച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം സീരിയസ്ലി നമ്മൾ എല്ലാ ദിവസവും വിറ്റ്നസ് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പം ഡീപ് ഫേക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇത് സെക്യൂരിറ്റിക്കുള്ളൊരു കൺസേൺ ആണ്. പിന്നെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഹ്യൂമൻ ട്രേറ്റ് ആണ്. അതായത് എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഹ്യൂമന്റെ ക്രിയേറ്റിവിറ്റിയും ഇമോഷൻസും ഒന്നും ഇപ്പം അത്രക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതൊരു കൺസേൺ ആണ്. അടുത്തത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് നമുക്കറിയാം ഇപ്പം പറഞ്ഞേക്കുന്ന
നമുക്കൊരു എന്താ പറഞ്ഞാൽ ഇന്ത്യ തന്നെ IT ആക്ട് ഉണ്ട്, പക്ഷെ AI ബേസ് ചെയ്തിട്ടൊരു അതിനായിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അത് ആക്ച്വലി ഒരു കൺസേൺ ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പോയി പറഞ്ഞു കഴിഞ്ഞാലും അതിനത്ര എന്താ പറയുക ഒരു നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഒരു പണിഷ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോയോ ഒന്നും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ആക്ച്വലി ഉണ്ട്. ഓഫ് കോഴ്സ് കോസ്റ്റ് കുറച്ച് കൂടുതലായ AI ഡെവലപ്പ് ചെയ്ത സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻവയറമെന്റ് ഇമ്പാക്ട്, കാരണം AI ജനറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കണ മെഷീൻ ഒരുപാട് റൺ ചെയ്യണം, അപ്പൊ കാർബൺ എമിഷൻസ് കൂടും, അപ്പൊ അത് എൻവയറമെന്റ് വളരെ മോശമാണ്. സോ ആണ് ബേസിക്കലി ഇത് ഈ ഒരു അതായത് നമ്മൾ പേടിക്കുന്നത് AI ഒരു ഇതൊക്കെയാണ് നമ്മൾ AI കൺസേൺസ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ AI ML DL മൊത്തത്തിൽ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെറുതായിട്ട് മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് വെറി ബേസിക് ആട്ടോ, ഇത് വലിയ ഐഡിയങ്ങളൊന്നും എല്ലാം പറയണേ. അടുത്തത് ഗൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐ എം ഗോണ ടോക്ക് അബൌട്ട് നെക്സ്റ്റ് സംഭവം വിച്ച് ഈസ് നോൺ ആസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്താ നോക്കാം. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പബ്ലിക് ലെഡ്ജറാണ്. ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ ഫയല് അല്ലെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ബുക്കിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലെഡ്ജറാണ്. ഈ പബ്ലിക് ലെഡ്ജറിനകത്ത് നമ്മുടെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം മനസ്സിലാക്കാൻ. നമ്മളൊരു സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉണ്ടെന്ന് വിചാരിക്കുക. 1ാം ക്ലാസ്സിൽ A മുതൽ D വരെ ഡിവിഷൻ ഉണ്ട്. ഈ A മുതൽ D വരെ ഓരോ ക്ലാസ്സിനും ഓരോ രജിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ A മുതൽ 1ലെ A മുതൽ D വരെയുള്ള എല്ലാ റെക്കോർഡ്സും ഒരുമിച്ച് വെച്ചു. 2ാം ക്ലാസ്സിലും A മുതൽ D വരെ ഉണ്ട്, അതിൻ്റെ റെക്കോർഡ്സ് ഒരുമിച്ച് വെച്ചു. എന്നിട്ട് ഈ പറഞ്ഞേക്കുന്ന എല്ലാ രജിസ്റ്റേഴ്സും ഞാൻ എന്ത് ചെയ്തു, ഒരു അലമാരി കയറ്റി വെക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ A മുതൽ D വരെയുള്ള എല്ലാ രജിസ്റ്റേഴ്സിനെയും ഞാൻ ബ്ലോക്ക് ചെയിനിൽ പറയുമ്പോൾ ഒരു റെക്കോർഡെന്ന് പറയും. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ A മുതൽ D വരെയുള്ള എല്ലാ റെക്കോർഡ്സിനെയും ഒരുമിച്ച് ഞാനൊരു ബ്ലോക്ക് എന്ന് പറയും. ഇനി 2ാം ക്ലാസ്സിനും ഇതുപോലെ A മുതൽ D വരെയുള്ള ഓരോ റെക്കോർഡുകളും ഒരു ബ്ലോക്കായി കാണുകയാണെങ്കിൽ 1 മുതൽ 10 വരെ 10 ബ്ലോക്സ് ഉണ്ട്. ഈ 10 ബ്ലോക്കും ഞാൻ വെച്ചേക്കുന്നതൊരു അലമാരൻ്റെ അടുത്താണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ബ്ലോക്കും ചെയിൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയിനിൽ ആക്ച്വലി നടക്കുന്നതെന്ന് വെച്ചാൽ കുറേ ബ്ലോക്കുകൾ ഉണ്ടാകും. ഈ ഓരോ ബ്ലോക്കും ക്രിപ്റ്റോഗ്രഫിക്കലി സെക്യൂർഡായിട്ടും അടുത്തിരിക്കുന്ന ബ്ലോക്കുമായിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഞാൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ ഞാൻ ഓൾട്ടറേഷൻ നടത്തുവാണെങ്കിൽ തൊട്ടടുത്തുള്ള അതിന് ശേഷമുള്ള എല്ലാ ബ്ലോക്കും ആ ചെയിന് ബ്രേക്കായി പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു യൂസറിനെ കുറിച്ചാണ്. ഇതൊരു ഇൻഡിവിജ്വൽ ആണോ, അല്ലെങ്കിൽ ഇതൊരു ടീമാണോ, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ക്രിപ്റ്റോഗ്രഫറാണോ, റിസർച്ചറാണോ, അല്ലെങ്കിൽ ഒരു അനോണിമസ് ആയിട്ടുള്ള സൈബർ പങ്ക് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ യൂസറിൻ്റെ പേര് സതോഷി നക്കമോട്ടോ എന്നാണ്. ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്ന സതോഷി നക്കമോട്ടോനെ കുറിച്ചും അതുപോലെ തന്നെ ബിറ്റ് കോയിനെ കുറിച്ചും, അദ്ദേഹം ഉണ്ടാക്കിയ ബിറ്റ് കോയിനെ കുറിച്ചും ബാക്കി എന്താ പറയുക കോയിൻസിനെ കുറിച്ചും ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നമുക്ക് ഇൻ്റർനെറ്റ് വഴി ആരും കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ പീപ്പിളിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആൻസർ എന്ന രീതിയിലാണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ 1980-90 കാലഘട്ടങ്ങളിലൊക്കെ ക്രിപ്റ്റോഗ്രഫേഴ്സ് ഒരു ഡിജിറ്റൽ ക്യാഷ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽസ് മൂവ് ചെയ്യുന്നത് പോലെ അവർക്ക് ഈ ഓൺലൈനായിട്ട് മണി മൂവ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട്. പക്ഷേ ദ പ്രോബ്ലം വാസ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം, പക്ഷേ ഇത് ഹാർഡ് ടു ഫൈൻഡ് ആൻ ആൻസർ പ്രോബ്ലം ആയിരുന്നു. അപ്പം നമ്മൾ അറിയാലോ, നമുക്കൊരു ഫയൽ കോപ്പി ചെയ്യാൻ പറ്റില്ലേ, എത്ര പ്രാവശ്യം വേണമെങ്കിലും കോപ്പി ചെയ്യാം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഫയൽ കോപ്പി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ കോപ്പിയും എന്താ പറയുക ഒരേ സെയിം ഡിജിറ്റൽ മണി കോപ്പി ചെയ്തിട്ട് അത് നമുക്ക് 2 പ്രാവശ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്തുകൂടെ? അപ്പം ആക്ച്വലി ഇവിടെ ഡബിൾ സ്പെൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആക്ച്വലി വരികയാണ്. അപ്പോൾ ഫിസിക്കൽ ക്യാഷ് ആവുന്ന സമയത്ത് നമുക്ക്, കാരണം നമ്മളൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയല്ലോ, അപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഡിജിറ്റൽ ഫയൽ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യില്ല, കാരണം കോപ്പീസ് ഒരു ട്രിവിയലാണ്. അപ്പോൾ ഈ ബിറ്റ് കോയിന് മുമ്പ് തന്നെ കുറേ പ്രൊജക്ട്സൊക്കെ ഇങ്ങനൊരു ഐഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡിജി ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ട്, ബി മണി അല്ലെ ബിറ്റ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐഡിയാസ് പുറത്ത് വന്നിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2008 നമ്മുടെ ഗ്ലോബൽ ബാങ്ക്സ് ഒക്കെ ഫോൾ ആവാൻ തുടങ്ങി. ഗവൺമെൻറ് ആണെങ്കിൽ
ബാങ്കിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് മണി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അന്നേരം ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് മുകളിൽ ട്രസ്റ്റൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ ഈ എക്സാക്റ്റ് മൊമെൻറ്റിലാണ് സതോഷി നക്കമോട്ടോ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഒരു വിളിക്കുന്നത്. അതായത് ഹി കോൾ ഹിംസെൽഫ് ആസ് സതോഷി നക്കമോട്ടോ. ആളൊരു പേപ്പർ പബ്ലിഷ് ചെയ്യുകയാണ്. ആൻഡ് ഈ പേപ്പറിൽ ആൾ പറഞ്ഞത് വി ക്യാൻ ബിൽഡ് മണി വിത്തൗട്ട് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ് ഓർ ഗവൺമെൻറ് ഡിസൈഡിങ് എവറിത്തിങ് എന്നാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു ഇൻവെൻഷനിലേക്ക് വരുന്നത്. അപ്പോൾ സതോഷി ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെവറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസിനൊക്കെ എടുത്തിട്ട് ഒറ്റ സിസ്റ്റത്തിലേക്ക് ഇയാൾ കൊണ്ടുവന്നു. ആൻഡ് ഇയാളുടെ കോർ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ആയിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിൽ ഈ ബുക്ക് തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ക്രോസ് ആയിട്ട് നമ്മളത് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എവറി പേജ് എന്ന് പറയുന്നത് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ആണ്. ഇതൊക്കെ ക്രിപ്റ്റോഗ്രഫിക്കലി ലോക്ക്ഡ് ആണ്. അടുത്ത പേജുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഓൾഡായിട്ടുള്ളൊരു പേജ് ഇപ്പോൾ ആരെങ്കിലും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള എല്ലാ പേജസും ചെയിൻ റിയാക്ഷൻ, അതായത് ആ ചെയിനിൽ നിന്നും വിട്ടുപോകും. ഒരു ചങ്ങലയാണെങ്കിൽ ആ ചങ്ങലയിൽ ഒരു കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ 2 കഷ്ണമില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ അടുത്ത പേജസ് എല്ലാം ബ്രേക്കായി പോകും. ഇതിനാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ലേ, ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ ഇവിടെ ഒരു മൽപ്രാക്ടീസ് നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഓൾട്രേഷൻ നിയർലി ഇമ്പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ 2009 ജനുവരിയിലാണ് സതോഷി ബിറ്റ് കോയിന് റിലീസ് ചെയ്യുന്നത്, അതായത് ലോഞ്ച് ചെയ്യുന്നത്. ആളുടെ ഫസ്റ്റ് ബ്ലോക്കിന് ജെനസിസ് ബ്ലോക്ക് എന്നാണ് പറയുക. ഇതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ദ ടൈംസ് 03 ജനുവരി 2009 ചാൻസലർ ഓൺ ബ്രിങ്ക് ഓഫ് സെക്കൻഡ് ബെയിൽ ഔട്ട് ഫോർ ബാങ്ക് എന്നായിരുന്നു ആ പറഞ്ഞേക്കുന്ന ഈ ജെനസിസ് ബ്ലോക്കിലുണ്ടായിരുന്ന മെസ്സേജ്. ഇത് ആക്ച്വലി സിംബോളിക്കലി മൂപ്പര് മെസ്സേജ് വെച്ച് ഉദ്ദേശിച്ചത് ബാങ്ക് ഫെയിലിയറിനെ ഡയറക്റ്റ്ലി നമ്മൾ റെഫറൻസ് ചെയ്യുകയാണ്. പണ്ട് ഈ ബിറ്റ് കോയിന് തുടങ്ങുന്ന സമയത്ത് ബിറ്റ് കോയിൻ അത്ര വാല്യൂ അത്ര ഓൾമോസ്റ്റ് നോ വാല്യൂ ആയിരുന്നു. പക്ഷേ അതേപോലെ തന്നെ ഈ പീപ്പിൾ എന്താ പറയുക ഓർഡിനറി ലാപ്ടോപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു ഫേമസ് ഈവൻറ്റ് പറയുകയാണെങ്കിൽ ഇതിനെ ബിറ്റ് കോയിൻ പിസാഡേ എന്ന് പറയും. ഒരു പ്രോഗ്രാമർ 10,000 ബിറ്റ് കോയിൻസ് ആണ് 2 പിസയ്ക്ക് വേണ്ടിയിട്ട് 2010 കൊടുത്തത്. അന്ന ടൈമിൽ അത് നോർമലായിരുന്നു. പക്ഷേ ഇന്ന് അതൊരു എനോമസ് ഫോർച്യൂണാണ് ആക്ച്വലി 10,000 BTC എന്നൊക്കെ പറയുന്നത്. ഇനി ഈ ബിറ്റ് കോയിൻ കിട്ടാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. എന്തുകൊണ്ടത് ഡിഫിക്കൾട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ എവർ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ബിറ്റ് കോയിൻസ് എന്ന് പറയുന്നത് 21 മില്യൺ ബിറ്റ് കോയിൻസ് ആണ്. ഇതാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ബിറ്റ് കോയിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൈനേഴ്സ് ഒരു പ്രൂഫ് ഓഫ് വർക്ക് ചെയ്യണം. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു ക്രിപ്റ്റോഗ്രഫിക് പസിൽ സോൾവ് ചെയ്യണം. ആൻഡ് ഇത് ചെയ്യണമെങ്കിൽ ഹ്യൂജ് ഇലക്ട്രിസിറ്റിയും വേണം, അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസും വേണം ഈ ക്രിപ്റ്റോഗ്രഫിക് പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഇത്ര കിട്ടാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആവുന്നത്. പിന്നെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ പസിൽസ് ഭയങ്കര ഹാർഡറായി, കുറച്ചുകൂടെ ഹാർഡ്വെയർ ഇൻഡസ്ട്രിയൽ സ്കെയിലായി, സപ്ലൈ ലിമിറ്റഡായി. ഇതൊക്കെ ബേസിക്കലി ബിറ്റ് കോയിൻ ഉണ്ടായിട്ടുണ്ട്. അടുത്ത നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ തന്നെയുള്ളൊരു മെയിൻ സാധനമാണ് NFTs എന്ന് പറയുന്നത്. ഇപ്പോൾ NFT എന്ന് വെച്ചാൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺ. നോൺ ഫഞ്ചിബിൾ ടോക്കൺ പറയുമ്പോൾ എന്താ ഫഞ്ചിബിൾ എന്താ നോൺ ഫഞ്ചിബിൾ എന്ന് അറിയണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു 10 രൂപയുണ്ട്. ഞാൻ എൻ്റെ 10 രൂപ വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ എനിക്ക് 10 രൂപ, അയാളുടെ കയ്യിലൊരു 10 രൂപയുണ്ട്, അയാൾ എനിക്ക് തിരിച്ചു തരാമെന്ന് വിചാരിച്ചോ. രണ്ടിൻ്റെ വാല്യൂ ഒന്നല്ലേ. കാരണം 10 രൂപ ഓൾവേസ് 10 രൂപ. അതിപ്പോൾ അയാളുടെ ആണെങ്കിൽ ഇയാളെ ആണെങ്കിൽ വാല്യൂ ഒന്നാണ്. അതേസമയം ഞാൻ ലിയോനാർഡോ ഡാവിഞ്ചിൻ്റെ ഒരു ചിത്രം അതെൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഒറിജിനൽ പീസ്. വേറൊരാളുടെ കയ്യിൽ ഇതിൻ്റെ ഡ്യൂപ്ലി സാധനമുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനത്തിൻ്റെ വാല്യൂം അയാളുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ വാല്യൂം സെയിം ആണോ? അല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ് ബിക്കോസ് ദിസ് ഇസ് ഒറിജിനൽ പീസ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ലിയോനാർഡോ ഡാവിഞ്ചിയുടെ പിക്ചർ ഒരു നോൺ ഫഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഇവിടെ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് സർട്ടിഫിക്കറ്റ് ആണ് ഓണർഷിപ്പ് അല്ലെങ്കിൽ യൂണീക്ക് ഡിജിറ്റൽ ഐറ്റത്തിന് വേണ്ടിയിട്ട്. ഗൈസ്, ഈ NFT എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ ആർട്ട് വർക്കാണെങ്കിൽ ആർട്ട് വർക്കൊന്നല്ല അതിനകത്ത് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ഇൻഫർമേഷനും ഒതൻറ്റിസിറ്റിയും ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ഒക്കെയാണ് അതിലുണ്ടാവുക. ഈ NFTക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബീബിളാണ്. ബീബിൾസിൻ്റെ ഒരു NFT ആണ്. എന്നുവെച്ചാൽ ആള് $69 മില്യൺ NFT ആണ് ഇപ്പോൾ ഒരു സോൾഡ് ചെയ്തത്. ആക്ച്വലി ഇങ്ങനെ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ആളുടെ ഓരോ പിക്സലും ഇയാൾ സെല് ചെയ്തു. ഓരോ പിക്സലും, അതായത് ഒരു വെബ്സൈറ്റിലെ ഓരോ പിക്സലും ഓരോരുത്തർ വാങ്ങിച്ചേ. അതാണ് ഇവിടെ നടന്നത്. പിന്നെ ഇതുപോലെ തന്നെ ജാക്ക് ഡോർസി ആളുടെ ഫസ്റ്റ് എവർ ട്വീറ്റ് ചെയ്തത് ഇയാൾ NFT ആയിട്ട് എടുത്തു. ആൻഡ് ഈ ഗോട്ട് $2.9 million ആൾക്ക് കിട്ടിയിട്ടുണ്ട് ട്വിറ്ററിൽ. പിന്നെ വേറൊന്നാണ് ബോർഡ് ഏപ്പ് യാച്ച് ക്ലബ്ബ് എന്ന് പറയുന്നത്. യുഗ ലാബിൻ്റെ ക്രിയേഷനാണിത്. ഈ കാർട്ടൂണ് ഒരിക്കൽ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ, വേറെ ആർക്കും പറ്റത്തില്ല ഈ സിമ്പിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നോൺ ഫഞ്ചിബിൾ ടോക്കൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ബ്ലോക്ക് ചെയിനിൽ നമ്മളെ ബിറ്റ് കോയിൻ മാത്രമൊന്നുമല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോയിൻസ് ഉണ്ട്. ഇതിൽ വൺ എമംഗ് ദമാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡാണ്. അതായത് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ബ്ലോക്ക് ചെയിനിലുള്ള എല്ലാവർക്കും ആ ട്രാൻസാക്ഷൻ്റെ ഒരു കോപ്പി പോയിട്ടുണ്ട്, ഇയാൾ ഇന്ന് ട്രാൻസാക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സെക്യൂർ ആവാനുള്ള കാരണം. ഒരാളല്ലല്ലോ ഇത് മാനേജ് ചെയ്യുന്നത്, എല്ലാവർക്കും ഇതിൻ്റെ ആക്സസ് ഉണ്ട്, എല്ലാവർക്കും കാണാം എന്താ ആൾക്കാർ ഇതിൽ ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഇതോടുകൂടെ നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. അതായത് ഒരു സിംഗിൾ ഒരു പെർട്ടിക്കുലർ ബാങ്കിനെയോ ഗവൺമെൻറ്റിനെയോ കമ്പനീനൊന്നും റിലൈ ചെയ്യണ്ടല്ലോ. അപ്പം അതുകൊണ്ടൊരു സിംഗിൾ പോയിൻ്റ് ഓഫ് ഫെയിലിയർ ഒന്നുമില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. അതായത് മോസ്റ്റ് പബ്ലിക് ബ്ലോക്ക് ചെയിൻസ് ട്രാൻസാക്ഷൻസ് ഇൻസ്പെക്ട് ചെയ്യാനുള്ളൊരു ഇത് തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രേസബിലിറ്റിയും ഓഡിറ്റബിലിറ്റിയും ഈസിയർ ഫ്രോഡ് ഡിറ്റക്ഷനൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റീൻ്റെ കേസാണെങ്കിൽ ക്രിപ്റ്റോഗ്രഫിക്കലി സെക്യൂർഡാണ്, ലിങ്ക്ഡ് ബ്ലോക്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഓൾഡ് റെക്കോർഡ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇമ്മ്യൂട്ടബിലിറ്റി, അതായത് ഒരിക്കലേ ഡേറ്റ കൺഫേം ആയിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സും ലീഗൽ റെക്കോർഡ്സും സപ്ലൈ ചെയിനൊക്കെ ആണെങ്കിൽ അത് ആക്ച്വലി ഈ ഇമ്മ്യൂട്ടബിലിറ്റി വളരെ നല്ലതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് നടത്താൻ വിത്തിൻ മിനിറ്റ്സോ സംടൈംസ് സെക്കൻഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. പിന്നെ നല്ല പ്രോഗ്രാമുകൾ കോൺട്രാക്ട്സ് ഉണ്ടാക്കാം, ഡിജിറ്റൽ ഓണർഷിപ്പ് NFT ഒക്കെ കേസിൽ, പിന്നെ സപ്ലൈ ചെയിൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നമ്മൾ ഈ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരുപാട് എനർജി കൺസംഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് എനോമസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ പവർ ഇതിന് വേണം, ഇലക്ട്രിസിറ്റി വേണം. സോ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് ഒരു ഇഷ്യൂ ആണ്. പിന്നുള്ളൊരു ഇഷ്യൂ സ്കെയിലബിലിറ്റിയാണ്. അതായത് എന്ന് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് നടക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഇതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കുറയാൻ വേണ്ടിയിട്ട് പബ്ലിക് ബ്ലോക്ക് ചെയിൻസ് സ്ലോ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ യൂഷ്വലി പെർമനൻ്റ് ആയതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിസാസ്ട്രസ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു ഫണ്ട് റോങ് അഡ്രസ്സിലേക്ക് മാറ്റുകയോ അല്ലെ പ്രൈവറ്റ് കീ ലോസ് ആവുമോ ഹാക്കാവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. ഇമ്പോസിബിളാണ് റിക്കവറി എന്ന് പറയുന്നത്. കാരണം കസ്റ്റമർ സപ്പോർട്ടൊന്നും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുറേ ആൾക്കാർ ഈ ലീഗാലിറ്റീനെ കുറിച്ചും ടാക്സേഷനെ കുറിച്ചും ക്രിപ്റ്റോ റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ ഇപ്പോഴും വേൾഡ് വൈഡ് ഗവൺമെൻറ് സ്റ്റിൽ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ക്രിമിനൽസ് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്, മണി ലോണ്ടറിങ്ങിനും റാൻസം വെയർ പേയ്മെൻറ്റ്സിനൊക്കെ. പിന്നെ നല്ല കോംപ്ലക്സിറ്റി ഉണ്ട്, സ്റ്റോറേജിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആക്ച്വലി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബ്ലോക്ക് ചെയിൻ. സോ ഇത്രയാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു വീഡിയോ, അതായത് എമർജിങ് ടെക്നോളജീസിൻ്റെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തത്. ഇത് കുറച്ച് വലിയ വീഡിയോ ആയിപ്പോയെന്ന് എനിക്കറിയാം. ബട്ട് ഐ റിയലി വോണ്ട് ടു സേ ദാറ്റ് ഇത് മൊത്തം നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്താൽ ഒരു രസമുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നിങ്ങൾ സാവധാനത്തിലിരുന്ന് കേട്ടാൽ മതി. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി ബേസിക് കാര്യങ്ങളാണ്. ഇത് എങ്ങനെയൊക്കെ എക്സാമിന് ചോദിച്ചാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ. എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജനറൽ സ്റ്റഡീസ് മനസ്സിലാക്കണമെങ്കിൽ ഒക്കെ ഇത് ആക്ച്വലി യൂസ്ഫുൾ ആണ് കേട്ടോ. സോ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് അബൌട്ട് സൈബർ സെക്യൂരിറ്റി ആണ്. Until then, this is bye from Malavika. Love you all. Take care and stay safe. Bye.